ഭാരവാഹി പട്ടിക പ്രഖ്യാപനത്തിന് പിന്നാലെ ബിജെപിയിൽ പൊട്ടിത്തെറി. കടുത്ത അതൃപ്തിയിലാണ് മുരളീധരപക്ഷം. ഒഴിവാക്കപ്പെട്ടവർക്ക് ദേശീയ ഭാരവാഹിത്വം നൽകണമെന്നാണ് ആവശ്യം. പുതിയ ടീമുമായി തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനാണ് നേതൃത്വത്തിന്റെ നീക്കം. അതേസമയം ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുക്കുന്ന നേതൃതല സംഗമം ഇന്ന് പുത്തരിക്കണ്ടത്ത് നടക്കും. പുതിയ ആസ്ഥാന മന്ദിരവും അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. ആർ റോഷിവാൽ ചേരുന്നു വിശദാംശങ്ങളുമായി. റോഷിവാൽ, മുരളീധര പക്ഷത്തിനാണ് കൂടുതൽ നഷ്ടം സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പൊട്ടിത്തെറി അത് എവിടേക്ക് പോകും, അതോ ഇങ്ങനെ തന്നെ അങ്ങ് അവസാനിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയണം അല്ലേ? മറ്റൊന്ന്, അമിത്ഷാ സ്ഥലത്തുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ? റോഷ്നി, ഇന്നലെ ഭാരവാഹി പട്ടിക പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെ തന്നെ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ വലിയ അമർഷവും അസംതൃപ്തിയും ഒക്കെ ഉണ്ട്. അത് ഒരുപക്ഷെ ദേശീയ നേതൃത്വം ഇടപെട്ട് പരിഹരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഉണ്ട്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തെ ഏറ്റവും പ്രതീക്ഷയുള്ള രണ്ട് തെരഞ്ഞെടുപ്പുകളാണ്, ഏറ്റവും പ്രതീക്ഷയുള്ള കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ, അതിന്റെ പ്രചാരണത്തിന്റെ തുടക്കം കുറിക്കാൻ അമിത്ഷാ തന്നെ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ കേരളത്തിലേക്ക് എത്തി പ്രവർത്തകരുടെ സംഗമത്തിൽ പങ്കെടുക്കുന്നത്. അതിന്റെ ഒരു പ്രാധാന്യം ദേശീയ നേതൃത്വം മനസ്സിലാക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് ഈ തവണ ഈ തെരഞ്ഞെടുപ്പിന്റെയൊക്കെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും പ്രതീക്ഷയുള്ള ഈ കാലഘട്ടത്തിൽ ഈ തർക്കങ്ങൾ രമ്യതയോടെ പരിഹരിക്കാനുള്ള ഒരു ശ്രമം ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്ത് തുടക്കത്തിൽ തന്നെ ഉണ്ടാകും. ഏതായാലും ഭാരവാഹി പട്ടിക പുറത്തുവരുമ്പോൾ സ്വാഭാവികമായും മുരളീധര പക്ഷത്തിന് കടുത്ത അസംതൃപ്തിയാണ്. മാത്രവുമല്ല, ഇതിൽ ഭാരവാഹിത്വം ലഭിക്കാത്ത പ്രതീക്ഷിച്ച പലരുമുണ്ട്. അവർ പുറത്തായപ്പോൾ അവർക്കും അസംതൃപ്തിയുണ്ട്. പി.ആർ. ശിവശങ്കരൻ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്തുപോയതൊക്കെ അതിന്റെ കൃത്യമായ സൂചനയാണ്. എല്ലാവരും അങ്ങനെ പരസ്യമായി അസംതൃപ്തി, അമർഷം പ്രകടിപ്പിക്കണമെന്നില്ല. പക്ഷേ പലരും അത് ദേശീയ നേതൃത്വത്തെ അറിയിക്കും എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സന്ദർശനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെയുള്ള അസംതൃപ്തിയുമായി ബന്ധപ്പെട്ട ആശയവിനിമയം മുതിർന്ന നേതാക്കളുമായി നടത്തുമോ എന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഒന്ന്, സംസ്ഥാനത്ത് കുറച്ചു കാലത്തിന് ശേഷമാണ് അമിത്ഷാ നേരിട്ടെത്തുന്നത്, പ്രത്യേകിച്ച് ബി.ജെ.പിയുടെ ഒരു പരിപാടിയിലേക്ക് എത്തുന്നത്. ആ വരവ് തന്നെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അത് തലസ്ഥാനത്താണ്, ഏറ്റവും പ്രതീക്ഷയുള്ള ജില്ല കൂടിയാണ് തലസ്ഥാനം. ഒന്ന്, ഇവിടെ കോർപ്പറേഷൻ അടക്കം പിടിച്ചെടുക്കാനുള്ള തന്ത്രങ്ങൾ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം ആവിഷ്കരിക്കുന്ന ഘട്ടമാണ്. പക്ഷേ പുതിയ നേതൃത്വം ചുമതല ഏറ്റെടുത്തതിന് ശേഷം മുരളീധരപക്ഷം ഒരു നിസ്സഹകരണമുണ്ട്. പക്ഷെ അവർ പറയുന്നത് അവരെ പൂർണ്ണമായും അകറ്റി നിർത്തുകയാണ് പുതിയ നേതൃത്വം എന്നതാണ്. അങ്ങനെ ഒരു പരാതി കഴിഞ്ഞ സംസ്ഥാന കോർ കമ്മിറ്റിയിൽ തന്നെ ഉണ്ടായതാണ്. അതിന്റെയൊക്കെ ഒരു പശ്ചാത്തലം നിലവിലുണ്ട്. ഏതായാലും ഈ തർക്കങ്ങൾ എങ്ങനെ പരിഹരിക്കും എന്നതിനെക്കുറിച്ച് വ്യക്തമല്ല. ഇന്നലെ നമ്മൾ ഭാരവാഹി പട്ടിക പുറത്തുവിട്ടപ്പോൾ തന്നെ പലരും അസംതൃപ്തി പറയുന്നുണ്ട്. പക്ഷെ അവരൊക്കെ പരസ്യമായി പറയില്ല. പക്ഷെ യോഗങ്ങളിൽ അവർ ആ അസംതൃപ്തി അറിയിക്കാനുള്ള സാധ്യതയും ദേശീയ നേതൃത്വത്തെ അറിയിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്ന ബി.ജെ.പി. സംസ്ഥാന കാര്യാലയത്തിന് മുന്നിലാണ്. ഇവിടെ ഇന്ന് 11 മണിക്കാണ് അമിത്ഷാ ഈ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക. അതിന് തൊട്ടുപിന്നാലെ തന്നെ 11:30 പുത്തിരിക്കണ്ടത്ത് പ്രവർത്തകരുടെ സംഘം, അത് 25,000 പ്രവർത്തകരാണ്, പ്രതിനിധികളാണ്. ആലപ്പുഴ മുതൽ ഇങ്ങോട്ടുള്ള പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ 25,000 പ്രതിനിധികൾ, 5,000 വാർഡുകളിലെ പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. അതിനൊപ്പം തന്നെ 1.5 ലക്ഷത്തോളം പ്രധാനപ്പെട്ട പ്രാദേശിക നേതാക്കൾ ഇതിൽ വെർച്വലായി ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് സംസ്ഥാന നേതൃത്വം അറിയിക്കുന്നത്. ഈ പരിപാടിയുടെ ലക്ഷ്യം ഒന്നാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണമാണ്. ഒരുപക്ഷെ സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് തുടക്കമിടുന്ന ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടിയായി ബി.ജെ.പി. മാറുകയാണ്. അത്രയേറെ പ്രാധാന്യമാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയൊരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ബി.ജെ.പി. നേതൃത്വത്തിന്. അതുകൊണ്ടാണ് അത്രയേറെ പ്രാധാന്യം. അവർ വാർഡ് തലത്തിൽ പ്രവർത്തിച്ച് വളരെ നേരത്തെ തന്നെ, ഏതാണ്ട് ഒരു വർഷത്തിനപ്പുറത്തേക്ക് വാർഡ് തലത്തിൽ പ്രവർത്തിച്ച് പ്രതിദിനം വാർഡ് തലത്തിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി മുന്നോട്ട് പോകുന്നതാണ്. ഏതായാലും ഇത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഓഫീസ്, ഒരുപക്ഷെ CPM സംസ്ഥാന കമ്മിറ്റി ഓഫീസിനേക്കാൾ വലിയ ഓഫീസാണ് ബി.ജെ.പിയുടെ സംസ്ഥാന കാര്യാലയം. അങ്ങനെയുള്ള ഒരു ബി.ജെ.പി. പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ആത്മാഭിമാനം ഉയർത്തുന്ന ഒരു കെട്ടിടമാണ് ഇന്ന് ഉദ്ഘാടനം. നേരത്തെ ഇതിന്റെ പണി പൂർത്തിയായത് റൂം അടക്കം ഉണ്ട് അല്ലേ? റോഷ്നി, നേരത്തെ ഇതിന്റെ കെട്ടിടത്തിന്റെ പണി പൂർത്തിയായ ഘട്ടത്തിൽ ഭാവിയിലെ മുഖ്യമന്ത്രിക്ക് ഇവിടെ ഒരു മുറിയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ബോർഡൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ട്. അന്ന് ആ മുറിയുണ്ടായിരുന്നു, അന്നത് വലിയ ചർച്ചയായതാണ്. പക്ഷെ ഇപ്പോൾ ആ ബോർഡൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഏറ്റവും സൗകര്യമുള്ള, ബി.ജെ.പിയുടെ സംസ്ഥാനത്തെ മുഴുവൻ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാനുള്ള സൗകര്യമുള്ള ഒരു ഓഫീസ് എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. 11 മണിക്ക് ഇത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. പക്ഷേ ഇത് കെ. സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായ ഘട്ടത്തിലാണ് ഇതിന്റെ പണി പൂർത്തിയായത്. പക്ഷെ അന്ന് ഔദ്യോഗിക ഉദ്ഘാടനം മാത്രം നടന്നില്ല
ഇല്ല എന്ന് മാത്രമാണ്. ഏതായാലും രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായ ശേഷം ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുന്നു എന്നത് മാത്രമാണ് പ്രത്യേകത. ഏതായാലും 11 മണി കൃത്യം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇവിടെ എത്തും. തൊട്ടു പിന്നാലെ 11:30 പുത്തരിക്കണ്ടത്ത പ്രധാന പ്രവർത്തകർ വാർഡ് തല നേതൃസംഗമത്തിലും അമിത്ഷാ പങ്കെടുക്കും. വൈകിട്ടോടെയാണ് തിരിച്ചുപോകുക. പക്ഷേ നേരിട്ട് ദില്ലിക്ക് തിരിക്കില്ല. കണ്ണൂരിൽ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ നിന്നും ദില്ലിയിലേക്ക് മടങ്ങുകയാണ് ചെയ്യുക. ശരി, ആർ ഒ ശിവാലാണ് വിശദാംശങ്ങൾ നൽകിയത്.